ഇപ്പം ഹിന്ദു മതത്തിൽ ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത് ത്രായത് ഇത് ക്ഷേത്ര എന്നാണ്. നാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്ന ഒരിടം, ഇത്ര മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഈ അർത്ഥം. അപ്പം നാശത്തിൽ നിന്ന് നമ്മെ മുക്തമാക്കുന്ന ഒരു സ്ഥലം അല്ലേ. അപ്പം നീ അവിടേക്ക് പോകണം. നിനക്ക് എന്തൊക്കെ നാശങ്ങളുണ്ടാവാം? ആത്മീയമായിട്ടുള്ള നാശമുണ്ടാവാം, ലൗകികമായിട്ടുള്ള നാശങ്ങളുണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള നാശങ്ങളുണ്ടാവാം, ഭൗതികമായിട്ടുള്ള മറ്റു നാശങ്ങളുണ്ടാവാം. പല വിധത്തിലുള്ള നാശങ്ങൾ ഒരു മനുഷ്യന് സംഭവിക്കുമ്പോൾ നീ അവിടെ പോയി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി എന്താണ് ക്ഷേത്രം? ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടേക്കുന്നത് ഒരു പ്രമാണാടിസ്ഥാനത്തിലാണ്. ഈ പ്രമാണം എന്ന് പറയുന്നത് ഗർഭഗൃഹശിരപ്രോക്തം അന്തരാളം മുഖം തഥാ സുഖാസനം ഗളശൈവ ബാഹുശൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യ പ്രാകാരം ജാനുജങ്കയോ ഗോപുരം ദേവപാദം സ്യ ദേഹം ക്ഷേത്രം തഥ എന്നാണ് ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം എന്നാൽ ഒരു മനുഷ്യ ശരീരമാണ്. അതാണ് ആദ്യം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഗർഭഗൃഹശിരപ്രോക്തം, ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം എന്ന് പറയുന്നത് ശിരസ്സാണ്. അന്തരാളം മുഖം തഥ, ക്ഷേത്രത്തിൻ്റെ അന്തരാളം ചുറ്റുവട്ടം അകത്തെ മുഖമാണ്. സുഖാസനം ഗളശൈവ, സുഖാസനം എന്ന് പറയുന്നതാണ്. അതായത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഗർഭഗൃഹം, സുഖാസനം, അന്തരാളം ഇങ്ങനെ പറയുന്ന ഓരോ ഭാഗങ്ങളുണ്ട് ക്ഷേത്രത്തിന്. അപ്പം ഇതെല്ലാം ഗളം കഴുത്ത്, പ്രാകാരം ജാനുജങ്കയോ അതിൻ്റെ അടുത്ത ഭാഗം കൈകാലുകൾ. അതായത് ചുരുക്കത്തിൽ ലളിതമായി പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരം കിടത്തിയിട്ട് പാദം ഏറ്റവും അവസാനം ഗോപുരം ദേവപാദം സ്യ, ദൈവത്തിൻ്റെ പാദമാണ് ശരീരം. അപ്പോൾ ആ പാദത്തിനുള്ളിലൂടെ കടന്ന് അകത്ത് കയറി ഗർഭഗൃഹം എന്ന് പറയുന്ന ഉള്ളിലേക്ക് എത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നീ നിൻ്റെ ഉള്ളിലേക്ക് കയറി നിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് നീ നിന്നെ തിരിച്ചറിഞ്ഞിറങ്ങി വരണം. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ ചിന്തിച്ച കാര്യം. ഇത് പതിയെ ഈ ക്ഷേത്രം എന്നത് നമ്മളെ സംബന്ധിച്ച് ആത്മീയത കച്ചവടമായി മാറിയ സമയത്ത് എല്ലാ മതത്തിലും ഇതെല്ലാം തന്നെ കച്ചവടവൽക്കരിക്കപ്പെട്ട സമയത്ത് ഇതിൻ്റെ എല്ലാ മൂല്യങ്ങളും നശിച്ചു. ഇപ്പോൾ മനുസ്മൃതിയെക്കുറിച്ച് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാത്തൊരു പുസ്തകമാണ്. ഞാനെന്നല്ല, എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾ പോലും കണ്ടു കാണത്തില്ല. അപ്പം നമ്മളെ ഹിന്ദുവിനെ എതിർക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് എന്നുകൊണ്ട് ഒരാൾ പറയുന്നത് കേൾക്കണം. മനുസ്മൃതി എന്തുവാടാ മനുസ്മൃതി എഴുതി വെച്ചേക്കുന്നത്? അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കും, എന്ത് എഴുതി വെച്ചേക്കുന്നത്? കാരണം നമ്മളിത് കണ്ടിട്ടില്ല. എടാ, നീ 100,000 വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളും ഇതുപോലുള്ള പല പുസ്തകങ്ങളും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവാം. നീ എന്തിനാണ് അത് വായിച്ചിട്ട് അത് ഞങ്ങളുടെ നെഞ്ചത്തോട് അടിച്ച് ഏൽപ്പിക്കുന്നത്? ഒന്ന് ഹിന്ദുവിനെ സംബന്ധിച്ച് ഇതൊന്നും പഠിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. നല്ല കാര്യങ്ങളെ ഞാൻ കേൾക്കുന്നുള്ളേ. പിന്നെ ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാ? ഇവർക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണോ? അല്ല. ഇതൊക്കെ എന്നോ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യന് ഒരല്പം ധൈര്യം കൊടുക്കാനും അന്നത്തെ സിസ്റ്റത്തെ ഓടിക്കാനും അന്നത്തെ